എല്ലാ വർഷവും IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ലാസ്റ്റ് മാച്ച് കഴിയുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയോട് ഒരു ചോദ്യം ചോദിക്കും, അടുത്ത സീസണിൽ ഉണ്ടാവുമെന്ന്. അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറയാറേ ഇല്ല. അദ്ദേഹം പറയും ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ അടുത്ത സീസണുകൾ വരുമ്പോൾ അദ്ദേഹം പാഡും ഗ്ലൗസുമായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും. ആരാധകർ ഇങ്ങനെ ആവേശത്തിലായിരുന്നു ഒരു 2 സീസൺ മുമ്പ് വരെ. ബട്ട് ലാസ്റ്റ് 2 സീസണായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ ആരാധകർക്ക് തന്നെ തോന്നി തുടങ്ങി. ധോണിയെ കാണാനായിട്ടാണ് ഗാലറിയിൽ ജനങ്ങൾ തിങ്ങിക്കൂടുന്നത്. പക്ഷേ ഇദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങുന്നില്ല. എല്ലാവരെയും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിടുവാണ്. അശ്വിനിയും ജഡേജ അടക്കം ഇങ്ങനെ കയറ്റി വിടുവാണ്. ലാസ്റ്റ് ഒരു തരത്തിലും ബാറ്റ് പിടിക്കാൻ അറിയാത്ത ബോളർമാർ മാത്രമുള്ളപ്പോഴാണ് ഇദ്ദേഹം 8-മോ 9-മോ ആയിട്ട് ഇറങ്ങുന്നത്. അതിവരെ ടീമിന്റെ ജയത്തിനെയും ടീമിന്റെ ഘടനയെയും മൊത്തത്തിൽ മാറ്റുന്നുണ്ട്. അത് ആരാധകർക്ക് അത്രയ്ക്ക് ദഹിക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ 2 സീസണായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിന് അവസാന മത്സരം ഗുജറാത്ത് ടൈറ്റൻസിനോടായിരുന്നു. ആ മത്സരം കഴിഞ്ഞപ്പോഴും ഹർഷ ഭോഗ്ലെ മഹേന്ദ്ര സിംഗ് ധോണിയോട് ചോദിച്ചു, എന്താണ് തീരുമാനം, റിട്ടയർഡ് ആവുകയാണോ അതോ അടുത്ത സീസണിൽ ഉണ്ടാവുമോ? ധോണി പറഞ്ഞു, I am not saying I am done. I am not saying I am coming back. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ നിർത്തിയെന്നും പറയുന്നില്ല, ഞാൻ വരുമെന്നും പറയുന്നില്ല, ചിലപ്പോൾ ഞാൻ വരും എന്ന്. പക്ഷെ ആരാധകർ പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ട ഇനി വരണമെന്നില്ല, തന്ന കിരീടങ്ങൾക്കെല്ലാം നന്ദി, ഇനി നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എൻജോയ് ചെയ്ത് ജീവിക്കേ, ബൈക്കൊക്കെ ഉണ്ടല്ലോ, ബൈക്ക് റൈഡൊക്കെ ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കുക, റെസ്റ്റ് എടുക്കുക, എത്രയായി. ഇനി ഞങ്ങൾ പഞ്ചാബ് കിങ്സിലെയും ഡൽഹി ക്യാപിറ്റൽസിലെയും ഗുജറാത്ത് ടൈറ്റൻസിലെയൊക്കെ ഉള്ള പിള്ളേരുകളെ പോലത്തെ കുറച്ച് പിള്ളേരുകളെയൊക്കെ അല്ലെ വിളിച്ചെടുത്തിട്ട് എങ്ങനെയും കയറാൻ നോക്കിക്കോളാം. ഈ ചായനി കുറച്ച് വിശ്രമിക്കും. കാരണം ഈ പ്രാവശ്യം ഫിനിഷ് ചെയ്തത് 10-ാം സ്ഥാനത്താണ്. അതും ചരിത്രമാണ്. നാണക്കേടിയിട്ട് ചെയ്തത്.